പ്രേംലാലേട്ടാ, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ ബിക്കിനി ഇട്ടൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നവരും ബിക്കിനി ഇട്ടൊക്കെ ഈ ബീച്ചിലൊക്കെ പോയിരിക്കുന്നവരും അവരുടെ ഈ സിനിമയിലൊക്കെ അഭിനയിക്കും, അവരുടെയൊക്കെ അവസ്ഥ ഇനി ഫുൾ ചാക്കിലായിരിക്കും ഇനിയുള്ളത്. ഇനി ബിക്കിനി ഇടാൻ പറ്റില്ലല്ലോ, ബിക്കിനിക്കൊക്കെ ഗുഡ് ബൈ വരികയാണല്ലോ, എന്താണ് സംഭവം? അതിപ്പോൾ അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ട്. ബിക്കിനിക്ക് പകരം ബുർക്കിനി, അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ബുർക്കിനി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതും ബിക്കിനിയും കൂടി സംയോജിപ്പിച്ച എന്തുണ്ടാവും? ബുർക്കിനി. അതായത് ഓസ്ട്രേലിയയിലെ ഒരു വനിത, അഹദ സനേറ്റി, ഒരു മുസ്ലിം വനിതയാണ്. അപ്പോൾ അവരുടെ സ്വകാര്യതയെ സംരക്ഷിക്കുന്നതിനും അവരുടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും വേണ്ടി അവർ ഡിസൈൻ ചെയ്തൊരു സാധനമാണ് ഈ ബുർക്കിനി എന്ന് പറയുന്ന സാധനം. അവർക്ക് അതിൻ്റെ പേരിൽ ട്രേഡ് മാർക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഉൽപ്പന്നം പല നിർമ്മാതാക്കൾ നിർമ്മിക്കുന്നുണ്ട്, പലയിടത്തും അത് വിൽപ്പന നടക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ അത് നിരോധിച്ചിട്ടുമുണ്ട്. ഈ സാധനം കാണാൻ പറ്റുമോ നമുക്കൊന്ന്? അതിപ്പോൾ എങ്ങനെ കാണിക്കുക? ഫോട്ടോസ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാം, പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം കൊടുക്കാം. ഇതിപ്പോൾ സംഭവം ഈ ബിക്കിനി നിരോധിച്ചതാണ്. നമുക്കറിയാമല്ലോ, ഈ ബിക്കിനി എന്ന് പറയുന്നത് സ്ത്രീകൾ ഈ കടലിൽ നീന്താനും, അല്ലെങ്കിൽ കടലിലല്ല എവിടെ വേണേലും നീന്താൻ, ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലായാലും ശരി കടലിലായാലും ശരി എവിടെ വേണേലും നീന്താനായിട്ട് ബിക്കിനി എന്ന് പറയുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ മഴ നനയണമെന്ന് ആഗ്രഹിക്കുന്നത് കരുതുക, എന്താ ചെയ്യുക? കുട ഉപയോഗിക്കില്ല, നേരെ മഴയത്ത് പോയി നിൽക്കും. എന്നാൽ റെയിൻ കോട്ട് ഇട്ടുണ്ട് വേണമെങ്കിൽ മഴ നനഞ്ഞോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ശോകമല്ലേ? ഈ സിറിയയിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നേക്കുന്നത്. ഞാൻ വിചാരിച്ചു അവിടെ സിറിയയിൽ നമുക്കറിയാമല്ലോ, കുറേ കാലമായിട്ട് കുറേ സംഘർഷങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ ഒരു ഭരണകർത്താവ് ഉണ്ടായിരുന്ന, അയാളുടെ പേരെന്തായിരുന്നു? ബഷറുൽ അസദ് ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി. അപ്പോൾ അയാളെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ വിമതർ എന്ന് വെച്ചാൽ തീവ്രവാദ സ്വഭാവമുള്ളവർ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി. ഏതായാലും അവർ വിജയിച്ചു, ബഷറുൽ അസദ് പുറത്തായി. ഒരു താൽക്കാലിക ഭരണ സംവിധാനം അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ രാജ്യത്തെ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഭരണപരിഷ്കാര നടപടികൾ അങ്ങ് തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിക്കിനി അങ്ങ് നിരോധിച്ചേക്കുന്നത്. അവരുടെ ഉത്തരവ് പ്രകാരം ബീച്ചിൽ, പൊതു ഇടങ്ങളിൽ കുളിക്കാനിറങ്ങുന്ന സ്ത്രീകൾ ബിക്കിനി ഉപയോഗിക്കാൻ പാടില്ല, പകരം ബുർക്കിനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാന്യമായ ഏതെങ്കിലും ഒരു വസ്ത്രം. അവരുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, അതായത് ഈ മുസ്ലിം മതാചാര പ്രകാരം സ്ത്രീകളുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ്. പരമാവധി മുഖവും മൂടി സൂക്ഷിക്കണമെന്നാണ് അവർ നിഷ്കർഷിക്കുന്നത്, കണ്ണ് മാത്രം പുറത്ത് കാണുന്ന അവസ്ഥയിൽ. അപ്പോൾ അതിന് ബദലായിട്ട് ഇപ്പോൾ ഉള്ളൊരു സാധനമാണ് ഈ ബുർക്കിനി എന്ന് പറയുന്ന സാധനം. ഈ നീന്തൽ, കടലിൽ മുങ്ങൽ വിദഗ്ധരിടുന്നൊരു സ്യൂട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ മറ്റേ നമ്മുടെ ഈ ശ്വസന ഉപകരണങ്ങളൊക്കെ പുറത്ത് വെച്ച് കെട്ടി മൊത്തം മൂടിക്കെട്ടിയ ഒരവസ്ഥ, ഏതാണ്ട് അതേ മാതൃകയിലുള്ളൊരു സാധനമാണ് ഈ ബുർക്കിനി എന്ന് പറയുന്ന സാധനം. നമ്മൾ ഈ ബീച്ചിൽ, ഈ സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി ബീച്ചിൽ കുളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? അവർക്ക് വീട്ടിൽ കുളിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലല്ലോ, അവർക്ക് ആ കടലിലെ വെള്ളത്തിൻ്റെ ആ ഒരു പ്രത്യേകത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബുർക്കിനി ഇട്ടുകൊണ്ട് കടലിലിറങ്ങിയാൽ ഈ കടൽ വെള്ളം നമ്മുടെ ദേഹത്ത് സ്പർശിക്കത്ത പോലും ഇല്ല. ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ആവരണമാണ് സത്യത്തിൽ ഈ ബുർക്കിനി എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇതും ഇട്ടുകൊണ്ട് ഇനി കുളിച്ചോ എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ബുർക്കിനി എന്ന് പറയുന്നത് നമുക്ക് ആ പേരിൽ തന്നെ ബുർഖയുടെ മറ്റൊരു വെർഷനാണ്, മൊത്തം പൊതിഞ്ഞു വെച്ചിട്ടുള്ളൊരവസ്ഥയിലുള്ള സംഗതിയാണ്. ഇത് ചില രാജ്യത്ത്, ഇതിപ്പോൾ ഇവിടെ സിറിയയിൽ ഇത് ബുർക്കിനിയാണ് ഇനി പറ്റുക, ബിക്കിനി പറ്റില്ല. ചില രാജ്യത്ത് ഇത് നിരോധിച്ചിട്ടുണ്ട്. കാര്യം ഇത് ആളുകൾ തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഉണ്ടാക്കും. അതായത് ഈ ബീച്ച് എന്ന് പറയുന്ന ഒരു പൊതു ഇടമാണല്ലോ, അവിടെ എല്ലാവരും സമാന സ്വഭാവത്തിലുള്ളവർ ആയിരിക്കുമ്പോൾ ഒരു കൂട്ടർ മാത്രം വ്യത്യസ്തരായിട്ട് നിൽക്കുന്നത് അവരെ കൗതുകത്തോടെ ആളുകൾ നോക്കുക, അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി, പിന്നെ ഇതൊരു ഐഡൻറ്റിറ്റിയുടെയും പ്രശ്നമാണ്, ആളുകളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഒരു ആളെ മനസ്സിലാകാത്ത രീതിയിൽ മുഖാവരണം പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന ചില രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബുർക്കിനിയും അവർ നിരോധിച്ചത്. ഇപ്പോൾ 2016 ഫ്രാൻസിലെ കാൻസിൽ, അവിടുത്തെ മുനിസിപ്പാലിറ്റി, അവിടെ കാൻ ചലച്ചിത്രമേളയൊക്കെ നടക്കുന്ന സ്ഥലം, അവർ ഈ പറയുന്ന ബുർക്കിനി നിരോധിച്ചിരുന്നു. പിന്നെ മൊറോക്കോ, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ബുർക്കിനിക്ക് നിയന്ത്രണമുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു പ്രത്യേക വിഭാഗം, അവർക്ക് ഈ ബിക്കിനി ധരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ദയവായി നിങ്ങൾ മറ്റെന്തെങ്കിലും മാർഗം
നോക്കിക്കോളൂ, ബുർക്കിനി എങ്കിൽ ബുർക്കിനി അത് ധരിച്ചുകൊണ്ട് വേണമെങ്കിൽ കടലിൽ ഇറങ്ങാമെന്നാണ് ഇപ്പോൾ സിറിയയിൽ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നിയമം അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം മറ്റ് നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ ഒരു വലിയ തമാശയായിരിക്കും. കാര്യം ഈ ബീച്ചിൽ പോവുക, അവിടെ കുളിക്കുക എന്നൊക്കെ പറയുന്നത് അതിനെ ഒരു മതവുമായിട്ടൊക്കെ കൂട്ടിക്കെട്ടുക, അത് ഒരു തമാശയാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളവർ ഇത് ഈ ഭരണപരിഷ്കാരം നടപ്പിലാക്കുന്നവർ ചിന്തിക്കേണ്ട സംഗതിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ബിക്കിനിയിൽ ഫോട്ടോഷൂട്ടൊക്കെ നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് ട്രെൻഡിങ് ആണ്. പലരും ഈ ബിക്കിനിയിലൊക്കെ ഷൂട്ട് രഹ്ന ഫാത്തിമ ഉൾപ്പെടെ ഉള്ളവർ ബിക്കിനിയിലൊക്കെ ഉപജീവന മാർഗം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ ഇതൊക്കെ നിരോധിച്ച ഒരുപാട് പേരുടെ കഞ്ഞിയൂടി മുട്ടും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഇറങ്ങിപ്പോകുന്ന സമയത്ത് അത്തരത്തിൽ വല്ല തീരുമാനങ്ങളൊക്കെ എടുത്താൽ ഇനി കേരളത്തിൽ ബിക്കിനി വേണ്ട, ബുർഗിനിയും വേണ്ട, ഇനി അത്തരത്തിലുള്ള തുണികളിട്ട് ആരും ഫോട്ടോഷൂട്ട് അത് നടത്തുന്ന ഈ പറയുന്ന സിറിയയിലെ ഉത്തരവില് രസകരമായൊരു സംഗതി ഉണ്ട് കേട്ടോ. ഈ ഉത്തരവ് മുഴുവൻ സ്ത്രീകൾക്കാണ് ബാധകം. പുരുഷന്മാർക്ക് തുണിയില്ലാതെ നടക്കാം. അല്ല, പുരുഷന്മാർക്ക് ബീച്ചിൽ മേൽവസ്ത്രം ഇല്ലാണ്ട് അവരുടെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് കുളിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വാർത്ത ഉണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: പാകിസ്ഥാനിലെ പെൺകുട്ടികൾ മരിക്കുമ്പോൾ, വലിയ പ്രായമാകാത്ത കുട്ടികൾ മരിക്കുമ്പോൾ ഖബറിടങ്ങളിൽ ഈ ഇരുമ്പ്, വളരെ ശക്തമായ ഇരുമ്പ് കൊണ്ടാണ് ഈ ഖബറിടങ്ങൾ പൂട്ടി താക്കോലും കൊണ്ട് ഈ മാതാപിതാക്കൾ പോകുന്നതെന്ന്. മൃതദേഹങ്ങൾ സുരക്ഷിതമല്ലേ? അല്ല, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടെ മൃതദേഹങ്ങളെ പീഡിപ്പിക്കുന്നു. അതായത് മൃതദേഹങ്ങളിൽ വരെ സുഖം കണ്ടെത്തുന്നു. അത്തരത്തിൽ വൈകൃതം, അത്തരത്തിൽ മൃതദേഹങ്ങൾ പോലും വെറുതെ വിടാത്ത ആളുകളാണ് പറയുന്നത് സ്ത്രീകളെ മുഴുവൻ കവർ ചെയ്ത് കണ്ണ് മാത്രമേ പുറത്ത് കാണാവൂ, കയ്യോ കാലോ മറ്റു ഭാഗങ്ങളോ ഒന്നും പുറത്ത് കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മതത്തെ ഇങ്ങനെ ഈ മതം പലപ്പോഴും തെറ്റായ രീതിയിലല്ലേ. അപ്പം എല്ലാ മതത്തിലും മുസ്ലിം മതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഇത്തരം ഇതിൽ ഈ പറയുന്ന ഇതും ഈ മതവിശ്വാസമായിട്ട് ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം നമ്മുടെ പരമ്പരാഗത മുസ്ലിം വേഷവിധാനത്തിൽ ഈ പർദ അല്ലെങ്കിൽ ഈ പറയുന്ന ബുർഖ ഒന്നും ഇല്ലല്ലോ. അത് പാശ്ചാത്യ നാട്ടിലുള്ള, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള ഒരു കാര്യം. അവിടെ ഈ വലിയമായ ശക്തമായ പൊടിക്കാറ്റും ചൂടും ഒക്കെ ഉള്ളതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ, അതിനെ സർവൈവ് ചെയ്യാൻ വേണ്ടി, ശരീരം പൊതിഞ്ഞു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതിയാണ്. നമ്മുടെ പരമ്പരാഗത മുസ്ലിം സങ്കല്പം അനുസരിച്ച്, വേഷവിധാനം അനുസരിച്ച് ഈ ബുർഖയും പർദ്ദയൊന്നും ഇല്ല. നമ്മുടെ സാധാരണ ഒരു തലയിൽ ഒരു തട്ട വിടുക എന്നതിനപ്പുറം കണ്ടിട്ടില്ല. ഇതൊക്കെ ഈ ഒരു 10-30 വർഷമായിട്ട് അവിടുന്ന് വിദേശത്തുനിന്ന് വന്നാണ് നമ്മുടെ നാട്ടിലും ഇതൊക്കെ ആയിട്ടുള്ളത്. അതെ, അങ്ങനെ തന്നെയാണ്. ചിലർക്ക് നല്ലതുപോലെ ഹോകം കാണിച്ച് നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വീട്ടുകാരും വിവാഹം കഴിച്ചു പോകുന്ന വീട്ടുകാരും ഒക്കെ ഭയങ്കരമായ മതം ഇങ്ങനെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെ ബുർഖ ധരിക്കണം, അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ കൂടി അവരുടെ വിശ്വാസമാണ്. അതിപ്പോൾ നമ്മൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ 100 രൂപ കൊടുത്തൊരു മുണ്ട് വാങ്ങണം. ഇതിൻ്റെ പുറത്ത് മേൽമുണ്ട് ഉടുത്താലേ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുക, എന്താ ഉടുത്തില്ലെങ്കിൽ പത്മനാഭനെ ഒഴിച്ച് ഓടിക്കളയോ? ഓരോ അമ്പലങ്ങളിലും ഓരോ രീതിയാണ്. ഓരോരുത്തർ ഓരോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ രീതി. പള്ളികളിൽ ചെല്ലുമ്പോൾ ഈ വേഷവിധാനങ്ങളിലുള്ള വ്യത്യാസമൊന്നും ഞാൻ പള്ളികളിൽ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാനൊരു കല്യാണത്തിന് പോയി, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ മതത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു ക്രിസ്ത്യൻ പള്ളിയിൽ കല്യാണത്തിന് പോയി. കല്യാണത്തിന് പോയി ഇവർ ഈ ഒരു വെള്ള കളറിലുള്ള സാധനം കൊടുക്കും. അതെനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ അച്ഛനിങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ കയ്യിലും കൊണ്ട് ഒരു വെള്ള കളറിലുള്ള ഒരു അപ്പം നാട്ടിൽ വയ്ക്കുമ്പോൾ അലിഞ്ഞു പോകുന്നു. എനിക്കിതറിയില്ല. എന്നെ കല്യാണത്തിന് വിളിച്ചു, ഞാൻ പോയി, അച്ഛൻ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും വായിക്കകത്ത് വെക്കുന്നു. അപ്പം ഞാനിത് അപ്പോൾ ഇത് വായിൽ വെക്കാനുള്ള സാധനമാണല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടി പോയത് അച്ഛൻ എൻ്റെ നിന്ന് പിടിച്ചു വെച്ചോണ്ടങ്ങ് പോയി. ഈ ആളുകൾ മൊത്തം എന്നെ തന്നെ നോക്കുന്നു. അപ്പം ഒന്നെനിക്ക് തന്നെ നാണക്കേടും തോന്നി, ഇതെന്തോ സംഭവം എന്ന് മനസ്സിലാവാന്ന് ഞാൻ നിൽക്കുക. അപ്പോഴേ 2-3 പേര് വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹിന്ദു ആണല്ലേ? അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എന്തിനാ അത് വാങ്ങിച്ചത്? അപ്പം എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞു. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ ഞാൻ കഴിച്ചാൽ യേശു പിണങ്ങൂ? കാരണം നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഇത് ഞാൻ കഴിച്ചു പോയ യേശു പിണങ്ങി പോകുമോ? അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ അദ്ദേഹം വിളി കേൾക്കില്ലേ? നമ്മൾ ഈ പള്ളികളിലും ഒക്കെ പോകുന്നവരാണ്. അപ്പോൾ അവരുടെ വിശ്വാസമാണത്. അതിൽ നമ്മൾ പോയി കൈ കടത്തിയാൽ അത് പിന്നെ വേറെ വലിയ രീതിയിലൊക്കെ പോകും. പിന്നെ നമ്മളവിടെ ഒന്നും മിണ്ടിയില്ല, ഉള്ള ആഹാരവും കഴിച്ചോണ്ട് പോന്നു. അതുപോലെയാണ് ഇപ്പോൾ ബിഗ്നിയുടെ കാര്യം. ബിഗ്നിക്ക് പോലും രക്ഷയില്ല എന്നുള്ളത്.